വല ഉസല്ലിബന്നകും ഫീ ജുദൂഇൻ നഖൽ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ഫീ ജുദൂഇൻ നഖൽ എന്ന് പറഞ്ഞില്ലേ, എന്താ ആ ഫീ? ക്രൂശീകരിക്കുകയാണല്ലോ. അത് എങ്ങനെയൊക്കെ ക്രൂശീകരണം? ഫീ എന്ന് പറഞ്ഞ ഒരു സംഗതിയുടെ ഉള്ളിൽ നിന്നല്ലേ. ചിലർ പറഞ്ഞ എന്താണ് വെച്ചാൽ ഈ ഈത്തപ്പനൻ്റെ തടി ഉണ്ടല്ലോ, ആ തടിയിൽ നിന്ന് അത് തുരന്നിട്ട് ചോറൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആളെ തിരുകിയിട്ടുള്ള അത് ആ ഒരു അധ്വാനമൊന്നും ഫിറോൻ ചെയ്യൂല. പിന്നെ അങ്ങനെയാണ് ഈ ഫീ പ്രയോഗിച്ചത് കാരണത്താൽ ജുദൂഉൻ നഖ്ലിൽ ക്രൂശീകരിച്ചു എന്നാണ്. നഖ്ലിൻ്റെ ഉള്ളിൽ ക്രൂശീകരണം കഴിയൂല. പിന്നെയോ ഇവിടെ ലകുസല്ലിബന്നകും ഫീ ജുദൂഇൻ നഖൽ എന്ന് പറഞ്ഞാൽ ഫീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അല എന്നുള്ള അർത്ഥത്തിലാണ്. അലാ ജുദൂഇൻ നഖൽ അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ? ഈത്തപ്പനയുടെ മുട്ടിങ്ങനെ ഈത്തപ്പന അല അതിന്മേലാണ് എന്ത് ചെയ്യുന്നത്? ക്രൂശീകരിക്കുന്നത്. അതിന്മേൽ ആളെ വെച്ചിട്ട് തറക്കുകയാണ്. അപ്പോൾ ഒരു പുറം അടക്കം പിന്നെ ഈ തറക്കുന്നതും ഒക്കെപ്പാടെ ഏറ്റിട്ട് പിന്നെ അവരവിടെ കിടന്നിട്ട് ഇതാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഫിറോവിന് ആ ഈ ജുദൂഇൻ നഖലിനെ തന്നെ തിരഞ്ഞെടുക്കുന്നത്. അല ഫീ എന്നത് ഏതർത്ഥത്തിൽ വരും? അല എന്ന അർത്ഥത്തിൽ വരും. അപ്പോൾ ഇവിടെ വല ഉസല്ലിബന്നകും ഫീ ജുദൂഇൻ എന്ന് പറഞ്ഞാൽ വല ഉസല്ലിബന്നകും അലാ ജുദൂഇൻ നഖൽ, നഖലിൻ്റെ ജുദൂഇൽ ജദഉകളിൽ അതിന്മേൽ ഞാൻ നിങ്ങളെ ക്രൂശീകരിക്കുന്നതാണ്. ഞാൻ എന്തിനത് പറഞ്ഞത്? എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞത്? ഫീ എന്നത് അല എന്ന അർത്ഥത്തിൽ വരും എന്ന് എന്തിനാ പറഞ്ഞത്? ആർക്കെങ്കിലും ഒരു ഉൾക്കാഴ്ച ഉണ്ടോ? ഒരു പ്രധാനപ്പെട്ട മസാല അവിടെ നമ്മൾ പഠിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അലസ്സമ, അലല്ലാന്നല്ല, അലസ്സമ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുമ്പോൾ അമിൻതും മൻ ഫിസ്സമ, സമായിൽ ഉള്ളവൻ എന്നാണ്. അമിൻതും മൻ ഫിസ്സമ. മൻ ഫിസ്സമ എന്ന് പറഞ്ഞാൽ എന്താ? ഫിസ്സമ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ എന്നാണ്. ശരിക്കും ആകാശത്തിന്മേലാണ്. അപ്പോൾ ഫീ എന്നതിന് അല എന്ന അർത്ഥമുണ്ട്. അല എന്ന അർത്ഥത്തിൽ ഫീ പ്രയോഗിക്കും. അതേപോലെ തന്നെ അമിൻതും മൻ ഫിസ്സമായി അൻ യഖ്സിഫ ബികുമുൽ അർദ് ഫഇദാ ഹിയ തമൂർ അം അമിൻതും മൻ ഫിസ്സമ അല്ലേ അൻ യുർസില അലൈക്കും ഹാസിബ. അവിടെയൊക്കെ മൻ ഫിസ്സമ എന്നാണ് അള്ളാഹിനെ കുറിച്ച് പറയുന്നത്. മൻ ഫിസ്സമ, ആകാശത്തിന്മേലുള്ളവൻ എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഈ ഫീ അതിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്നുള്ളത് ബോധ്യമല്ലാത്ത ആളുകൾ വഹാബികളെ പടച്ചോൻ ആകാശത്തിൻ്റെ ഉള്ളിലാണ്, പിന്നെ എങ്ങനെയാണ് ഇറങ്ങണത് എന്നൊക്കെ പറയും. അതെന്തുകൊണ്ടാണ്? അത് ഇത്തരം വിഷയത്തിലുള്ള സാക്ഷരത ഇല്ലായ്മയാണ്. അപ്പോൾ മുആവിയ ഇബ്നുൽ ഹക്കം അസ്സുലമി അദ്ദേഹത്തിൻ്റെ ജാരിയത്തിനെ അടിച്ച സംഭവം വിശ്വാസ മതങ്ങൾ കൊണ്ടില്ലേ. ഈ മുആവിയ ഇബ്നുൽ ഹക്കം അസ്സുലമിക്ക് ഒരു ഗ്രാമീണനാണ്, കുറേ ആടുകളുണ്ട്. ആടിനെ നോക്കാൻ ഏൽപ്പിച്ചത് ഒരു പെണ്ണിനെയാണ്. മൂപ്പരുടെ ഒരു അടിമ പെണ്ണിനെ ഏൽപ്പിച്ചു, ഒരു ജാരിയത്തിന്. അങ്ങനെ ഈ പെണ്ണ് ആടിനെ നോക്കിയിരുന്നത് ഉഹദ് മലയുടെ ചെരുവിലും പിന്നെ ജവാനിയ എന്ന് പറയും. ജവാനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഹദ് മലൻ്റെ ബാക്കിലുള്ള വടക്ക് ഭാഗത്തുള്ള സ്ഥലങ്ങൾക്കാണ് പറയും. അവിടെ ആടിനെ മേക്കണ. ഒരു ദിവസം മുആവിയ ചെന്നിട്ട്, മുആവിയ സുലമിയാണ് കേട്ടോ, മറ്റേ മുആവിയ അല്ല, അബൂ സുഫിയാൻ്റെ മകൻ മുആവിയ അല്ല. മുആവിയ സുലമി എന്നിട്ട് ആടുകൾ എണ്ണുമ്പോൾ ഒരെണ്ണത്തിന് ചെന്നായ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവർ ഗ്രാമീണരാണ്. മൂപ്പര് ഈ ആടിൻ്റെ എണ്ണം കുറഞ്ഞാണ്ടപ്പോൾ ഈ പെണ്ണിനെ ചെന്നിട്ട് സക്കത്തുഹാ സെക്കത്തെന്നാണ്, മൂന്നൊക്കെ ഒരൊറ്റ എന്നാണ് താങ്ങിയത്. അതാണ് എൻ്റെ അർത്ഥം. സക്കത്തുഹാ സെക്കത്തന്നെ. അദ്ദേഹം പറയാണ് ഞാനും 37 മൂന്നൊക്കെ ഒന്നാണ് താങ്ങി. പക്ഷേ കൈ വെച്ച് ഇതെവിടെ നടക്കുന്നത്? റസൂല ജീവിച്ചിരിക്കുമ്പോഴാണ് നടക്കുന്നത് മദീനത്ത്. അപ്പോൾ മൂപ്പർക്ക് ആകെ അടിച്ചതിൽ പിന്നെ അയ്യടാന്നായിപ്പോയി. അങ്ങനെ മൂപ്പര് വേഗം റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വിടുകയാണ്. ഇതിപ്പോൾ മദീനത്ത് ഉഹദ് മലൻ്റെ അപ്പുറത്ത് നടന്ന സംഭവമാണ്. പക്ഷേ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ഓടിയിട്ട് റസൂലുള്ളാഹിനോട് പറയാം, റസൂലേ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പരിപാടി വന്ന് ഞാൻ അവരെ അടിച്ചുപോയി, അതുകൊണ്ട് ഞാൻ അവരെ മോചിപ്പിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അവന് സ്വല്ലല്ലാഹു തങ്ങൾ അവരെ വിളിക്കാൻ പറഞ്ഞ അങ്ങനെയാണ് ചോദിക്കണത്. അയിനല്ലാ. അപ്പോൾ എന്താ ഉത്തരം പറഞ്ഞത്? ഫിസ്സമ എന്ന് പറഞ്ഞു. ഫിസ്സമ മൻ അന. അപ്പോൾ അൻത റസൂലുള്ള എന്നൊക്കെ പറഞ്ഞു. ഏതാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അവരെ മോചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ ഫിസ്സമ എന്നാണ് പറഞ്ഞത്, ആകാശത്തിൽ എന്നല്ല, ആകാശത്തിന്മേൽ എന്ന്. അപ്പോൾ അതാണ് ഈ ഫീ എന്നത് അല എന്ന അർത്ഥത്തിന് പ്രയോഗിക്കും. അതിന് തെളിവാണ് ഇവിടെ വല ഉസല്ലിബന്നകും ഫീ ജുദൂഇൻ നഖ്ലി, നഖ്ലിൻ്റെ ജിദുകളിൽ എന്ന് പറഞ്ഞാൽ ജിദുകളുടെ പുറത്ത് അതിന്മേലായിട്ട് ഞാൻ ക്രൂശീകരിക്കും എന്നാണ് അർത്ഥം. ഫീ ജുദൂഇൻ നഖ്ൽ. അന അമീനു മൻ ഫിസ്സമ. റസൂൽ ഞാൻ അന അമീനു മൻ ഫിസ്സമ, ആകാശത്തിന്മേലുള്ളവൻ്റെ അമീൻ, വിശ്വസ്ത ദൂതനാണ് ഞാൻ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ.
അള്ളാഹു സുബ്ഹാനഹു വ തആല സമാ ഇൻമേലാണ്, സമാ ഇൻമേൽ. നമ്മളിവിടെ ഒരു ക്ലാസ്സിൽ ഈ സൂറത്ത് താഹനെ എടുത്തപ്പോൾ ആ വിഷയം വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ? എവിടെയാണ്? അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്നുള്ളിടത്ത്. പിന്നെ നമ്മൾ അബുൽ ഹസനുൽ അശ്അരിൻ്റെ, അതേപോലെ തന്നെ അൽ ബാഖിലാനിൻ്റെ, അതേപോലെ തന്നെ ചില പിന്നെ ഇപ്പോൾ ഈ അശ്അരി തരീഖത്ത് തലയിലേറ്റി കിടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവർ നേതാക്കന്മാരായി പറയുന്ന ആളുകൾ മുഴുവൻ എന്താണ്? ഈ അഖീദക്കാരാണ്. ഏത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ അർശിന്മേൽ ഉപവിഷ്ടനാണ് എന്നുള്ള അഖീദക്കാരാണ്. അവരുടെ ഗ്രന്ഥങ്ങളിലും അങ്ങനെയുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ അശ്അരികളെന്ന് പറയുന്നവരെന്താണ്? അവർ ഈ ഇമാംമാരുടെ ആദർശക്കാരല്ല എന്നുള്ളതാണ്. പിന്നെ ഫല ഖത്തിയൻ ഐദിയക്കും അർജുലക്കും മിൻ ഖിലാഫിൻ വല ഉസല്ലിബന്നകും ഫീ ജുദൂഇൻ നഖൽ.